നിന്റെ ചേച്ചി പറഞ്ഞത് സത്യമാണോന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ നിന്നെ വരട്ടിയത്. അല്ലാതെ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല പല്ലവി. നീ എന്നും എന്റെ മോന്റെ ഭാര്യ തന്നെയാ. എന്റെ മരുമകൾ. പല്ലവി, എന്നാലും നിന്റെ ചേച്ചി കൊള്ളാലോ. അവളാള് ബഹുമിടിക്കുക. എല്ലാ സഹോദരിമാരും അവരുടെ കൂടപ്പിറപ്പ് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് മാത്രമേ കരുതൂ. പക്ഷെ പാർവതിക്ക് ആ ചിന്തയേ ഇല്ലല്ലോ. അവൾക്ക് അവളുടെ ഈ അനിയത്തി തൊലഞ്ഞു പോണെന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹം. അത്രയ്ക്ക് വിരോധാ മോളെ നിന്നോട് നിന്റെ ചേച്ചിക്കുള്ളത്. അതുകൊണ്ടാ ബുദ്ധിപൂർവം നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി നീ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന കള്ളത്തരം അവൾ എന്റെ ചെവിയിൽ ഓതി തന്നത്. നീ എന്റെ മരുമകളായില്ലേ? ആ സ്ഥിതിക്ക് നിന്റെ ചേച്ചിയുടെ ഈ സ്വഭാവം നിന്നെ ഞാൻ അറിയിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ പല്ലവി. അത് നീ അറിയണം പല്ലവി. നിന്റെ ചേച്ചിയുടെ ഈ സ്വഭാവം കാരണം നിന്റെയും വിപിന്റെയും ജീവിതത്തില് എന്തൊക്കെ അനിഷ്ടങ്ങൾ സംഭവിക്കുന്നുള്ള ഭയപ്പാടില്ല ഞാനിപ്പോ. അവളെ എനിക്കൊന്ന് കാണണം. എനിക്കിട്ട പാര പണിയുന്ന അവളെ ഞാൻ വെറുതെ വിടില്ല മോളെ. ആന്റി, അല്ല ആന്റി, ഞാനും ആന്റിയും ചേർന്ന് തീരുമാനിച്ച പ്ലാൻ അല്ലല്ലോ ഇപ്പൊ ഇവിടെ നടന്നതൊന്നും. എന്ത് ഇങ്ങനൊരു ചേഞ്ച്? അതിന് കാരണമുണ്ട് ജാസ്മിൻ. വിശാലിനോട് നേരിട്ട് പല്ലവി നടത്തിയ കള്ളത്തരത്തെക്കുറിച്ച് പറഞ്ഞ ചിലപ്പോ അത് ഏൽക്കില്ല. അവനൊരു ലോല ഹൃദയന. പല്ലവി ചെയ്ത കള്ളത്തരം പാർവതി മറച്ചു പിടിച്ചത് അനിയത്തിയോടുള്ള അതിര് കടന്ന സ്നേഹം കൊണ്ടും അവളുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയാണെന്നും അവൻ കരുതും. അവനത് കണക്കിലെടുത്ത് പാർവതിയോട് ക്ഷമിക്കും. അങ്ങനെ ക്ഷമിച്ചാൽ പല്ലവി ഇവിടുത്തെ മരുമകളായിട്ട് തന്നെ തുടരും. പിന്നെ നമുക്ക് പല്ലവി ഒന്നും ചെയ്യാനാവില്ല. നമുക്കിപ്പ വേണ്ടത് അനിയത്തിയും ചേച്ചിയും തമ്മിലുള്ള തമ്മിൽ തല്ലാണ്. അതിനുള്ള വിഷം പല്ലവിക്ക് ഞാൻ കുത്തിവെച്ചിട്ടുണ്ട്. ഇനി ചേച്ചിയും അനിയത്തിയും തമ്മില് അടിച്ചോളും. അടിമോക്കുമ്പോ നമുക്ക് അവരെ രണ്ടുപേരെയും ഇവിടെ നിന്ന് ഓടിക്കാം.